സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഈ 8 കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണെന്നറിയോ? വുദൂഇന് ശേഷം, നമ്മളൊക്കെ വുദൂ എടുക്കുന്നവരല്ല, വുദൂ എടുത്തതിന് ശേഷം ആരെങ്കിലും ഒരാൾ എന്ത് പറഞ്ഞാൽ വുദൂഇന് ശേഷം പറയേണ്ട ഒരു ദുആയുണ്ട്. ഏത് ദുആയാണ്? കൈകൾ ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഒരു ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ വുദൂ എടുത്തതിന് ശേഷം പറയുകയാണെങ്കിൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും ഇതിലേവാ എന്ന് മലക്കുകൾ അവനെ വിളിക്കുന്നതാണ്. അവനിക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ 8 എണ്ണമാണ്. ഇതല്ലാതെ ചെറിയ ചെറിയ വാതിലുകൾ ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ട 8 വാതിലുകളാണ്. സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി മഹാന്മാർ പറയുന്നു മസീറത്തു ബൈന മക്ക വ ബുസ്ര, മക്കയിൽ നിന്നും ബസറ പട്ടണം വരെയുള്ള ആ ഒരു ദൂരമാണ് സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി. നീളമല്ല, വീതി. ഞാൻ ഏകദേശം നോക്കുമ്പോൾ ഏകദേശം ഒരു 1400 ഏകദേശം കിലോമീറ്റർ ഉണ്ട്. 1400 ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. ഏകദേശം 1400 അല്ലെങ്കിൽ 1500, ഒരു 1400 കൂട്ട്, ഒരു 1300 അല്ലെങ്കിൽ 1000 കുഴപ്പമില്ല. അത്രയും കിലോമീറ്റർ ആണ് സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്ക് കിട്ടിയാൽ അതേ അടുത്ത ആൾ വന്നു, സ്വർഗത്തിന് നിങ്ങളുടെ സ്വർഗം പൊട്ട സ്വർഗം, സ്വർഗത്തിന് അങ്ങനെ കയ്യുണ്ട് കാലുണ്ട് പിന്നെ വാതിലുണ്ട് വീതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഞാനിത് പറയുന്നത് ആരോടാണ്? യുക്തിവാദികളോടല്ല, നിരീശ്വരവാദികളോടല്ല, എന്നെ കേട്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. നമ്മളൊക്കെ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.